ഹലോ ഗൈസ്, പ്രാവൻകോട് ഷാപ്പ് മൂവിയുടെ ഒരു ക്വിക്ക് 2 minutes റിവ്യൂ ആണിത്. ഇതിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താണ് ഇത് പോയി കാണണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അൻവർ റഷീദാണ്. ഇതിന് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ഷൈജു ഖാലിദാണ്. ആൻഡ് ഓൾസോ ഇത് റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ശ്രീരാജ് ശ്രീനിവാസനാണ്. പുള്ളിയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട് യൂട്യൂബിൽ, തൂമ്പ എന്ന് പറഞ്ഞ്. അതുകൂടെ കണ്ടപ്പം ഇതൊരു നല്ല ത്രില്ലർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പോയി കണ്ടു. ഇതൊരു ഡീസൻറ്റ് ത്രില്ലർ തന്നെയാണ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആയിട്ടാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ ഫിലിം മേക്കിംഗ് എക്സലൻ്റ് ആണ്. ഫിലിം മേക്കിങ്ങിൽ പറയുമ്പോൾ തന്നെ മെൻഷൻ ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഷഫീഖ് മുഹമ്മദ് അലിയും മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയും കൂടെയാണ്. നല്ല രീതിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് മൂവി എൻഗേജിങ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 1 മിനിറ്റ് പോലും നമുക്ക് ബോറടിക്കത്തില്ല. നല്ല രീതിയിൽ തന്നെ മൂവി മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ മൂവി കഴിഞ്ഞിറങ്ങുമ്പം എന്തോ ഒരു മിസ് ഔട്ടായ ഫീൽ ഉണ്ട്. എന്തോ ഒരു കുറവുണ്ട്. പക്ഷെ അത് നമുക്ക് അങ്ങോട്ട് പറയാനും പറ്റുന്നില്ല. പക്ഷെ ഇത് മൂവി ഒരിക്കലും നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. നല്ല രീതിയിൽ തന്നെ എൻഗേജിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എല്ലാവരുടെയും പെർഫോമൻസ് ഓൾസോ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ചെമ്പൻ വിനോദ് ആവട്ടെ, സൗബിൻ ഷഹീർ ആവട്ടെ, ബേസിലാവട്ടെ, നല്ല രീതിയിൽ തന്നെ അവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എടുത്ത് പറയാനുള്ളത്, വില്ലനായിട്ട് ചെയ്ത ശിവജിത്ത്, പുള്ളി നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാന്ദിനി ഓൾസോ ഇതിൻ്റെ അതൊരു റോൾ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയും നല്ല രീതിയിൽ തന്നെ ഇത് ആ റോൾ ക്യാരി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല എൻഗേജിങ് ആയിട്ട്, ഒരു ബോറടിപ്പിക്കാതെ നമ്മൾ കാണാൻ പറ്റും. പക്ഷെ തീരുമ്പം എന്തോ ഒരു സ്ക്രീൻ പ്ലേയിൽ വരുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. തീരുമ്പോൾ എന്തോ ഒരു കുറവുള്ള പോലെയും നമുക്ക് തോന്നും. ലാസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ഡീസൻറ്റ് വാച്ചബിൾ ത്രില്ലർ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഫീൽ കിട്ടണമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടാലേ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് കുറേയധികം സിംഗിൾ ഷോട്ടുകളൊക്കെ വരുന്നുണ്ട്, കുറച്ച് ഫൈറ്റ് സീൻസുകളൊക്കെ ഉണ്ട്. അപ്പം ഇത് മൊത്തത്തിൽ നിന്ന് നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ കണ്ട് വരുന്നതായിരിക്കും നല്ലത്.